ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കോട്ടയത്താണ് ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഒരു ഹോട്ടലിലേക്ക് കഴിക്കാൻ വേണ്ടി വന്നു. നമ്മുടെ അങ്കിൾ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ആ ഒരു തിരക്കെന്നൊക്കെ മാറി ഇതുപോലത്തെ ഒരു റോട്ടിൽ കൂടെ വരുമ്പോൾ തന്നെ വേറൊരു അനുഭവം കേട്ടോ. ഹായ്, നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊടുപുഴ വന്നേക്കാണ്. എൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. ഭയങ്കര ടയേർഡാണ്. നമ്മൾ ഉച്ചയ്ക്ക് പുറപ്പെട്ടാണ്. ഇതാ ഇപ്പോൾ നല്ല ഇരുട്ടി രാത്രിയായി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ അത് കുട്ടികൾ ആക്ച്വലി ഇതാ അവർ താമസിക്കുന്നില്ല വീട്ടിൽ. അപ്പം അതൊക്കെ ഇപ്പോൾ ഫ്രഷ് ആക്കി നീറ്റാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഫ്രഷ് ആയിട്ടൊന്ന് കാണാം. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പല പല സ്ഥലത്തായിരുന്നു. അപ്പം ഓണം ആകുമ്പോഴാണ് എല്ലാവരും ഒന്ന് കൂടുന്നത്. അപ്പോൾ ഇതാ തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ ആയിട്ട് എല്ലാവരും എത്തുന്നു. കുട്ടികളൊക്കെ കളിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു രാത്രി എന്ന് പറയുന്നത്. അങ്ങനെ തിരുവോണ ദിവസം എന്താ രാവിലെ തന്നെ അടുക്കള റെഡിയാണ്. അമ്മമാരെല്ലാവരും ഉണ്ട്. കുറേ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അമ്മു റെഡിയായി വന്നു. ഇനി കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൂടെ റെഡിയാക്കി പെറുക്കി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അമ്പലം തൊട്ടടുത്ത് തന്നെയാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ തന്നെ മിഠായി തീറ്റയാണ്. ഇതൊന്ന് കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി വന്ന ശേഷം നമ്മളൊരു കടയിൽ കയറി. ഇവിടുത്തെ അപ്പൂപ്പൻ ഭയങ്കര ഫേമസ് ആണ്. അപ്പൂപ്പൻ ഡാൻസ് ഇട്ട് ആവേശം സെറ്റപ്പിലാണ് അപ്പൂപ്പൻ്റെ ഇത്. ഞാൻ എന്തായാലും ഷോർട്സ് ആക്കിയിടാം കേട്ടോ. ലഡു എത്രയാണ്? നെയ്യപ്പം ചൂട നെയ്യപ്പം മേടിച്ചോണ്ട് അടിപൊളി നെയ്യപ്പാണ്. ഞായറാഴ്ച മാത്രമേ പൊരിയുള്ളൂ. അങ്ങനെ നമ്മളെ വീടെത്തിയപ്പോഴേക്കും ഏകദേശം സദ്യയുടെ സമയമായിട്ടുണ്ടായിരുന്നു. നേരെ ഇലയുടെ മുമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും പിടിച്ചേർന്ന് നമുക്ക് കുറേ ഗസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരെങ്കിലും ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നു സദ്യ കഴിക്കാനായിട്ട്. നമ്മളെ ഫാമിലി മെമ്പേഴ്സ്, നമ്മളെ ഗസ്റ്റും എല്ലാവരും കൂടെ അടക്കം. പിന്നെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിയാണ് എൻ്റെ ഒരു സന്തോഷം. ശരിക്കും അമ്മുവിൻ്റെ അച്ഛൻ അമ്മ ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവിടുത്തെ അമ്മമ്മ അച്ഛമ്മ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് വരുമ്പം ആക്ച്വലി നമ്മളാരും അടുക്കളയിൽ കയറിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് കൂടിയില്ല. നമ്മളെല്ലാവരും പുറത്ത് നമ്മുടേതായിട്ടുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടി പോയി. ഇവർ മാത്രമാണ് അടുക്കളയിൽ കയറി ചെയ്തത് പോലും. പിന്നെ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി എൻജോയ് ചെയ്ത് കഴിക്കുന്ന കണ്ടപ്പോഴാണ് നമ്മുടെ സദ്യയുടെ ഒരു വില അറിയുന്നത്. പുള്ളിയുടെ ഓരോ കറി വിളമ്പോഴും പുള്ളിയുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഇത്തവണ തോണം എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു. പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാർ, കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, തോരൻ. പിന്നെ അടുത്ത ആൾക്കാർ സെറ്റ് ഇരുന്നു. അപ്പം നമ്മൾ വിളമ്പാൻ തുടങ്ങി. അതിൽ ഇവയായിരുന്നു പപ്പടം വിളമ്പുന്ന ഭാരിച്ച ജോലി ഏറ്റെടുത്തിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ചായയുടെ സമയം. പിന്നെ ഇവിടെ ചായയ്ക്ക് അച്ചപ്പത്തിന് നല്ല മധുരമുള്ള അച്ചപ്പട്ടോ. അതായത് ഇടയ്ക്ക് ആ മധുരസേവ പോലെ മധുരം ഫിൽഡാണ്. ഇവിടെ ഇങ്ങനെ നീണ്ട സ്റ്റെപ്പാണ് ഫ്രണ്ടിൽ. അപ്പോൾ എല്ലാവരും ഇവിടെ നിരന്നിരുന്നിട്ട് ചായ കുടിക്കണം. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ആനീന് വണ്ടിയുടെ ഭ്രാന്താണ്. അവന് പഴയ വണ്ടികൾ എടുത്തിരുന്ന സ്വഭാവമുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇതാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട്